മനോഹരമായ ഈ സമയത്തിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. നമുക്ക് ദൈവത്തെ ഒരുമിച്ച് പാടി ആരാധിക്കുവാനുള്ള ഒരു സമയമാണ്. അപ്പോൾ നമുക്ക് അറിയുന്ന ഒന്ന് രണ്ട് ഗാനങ്ങൾ ചേർന്ന് പാടാം. തിരുവചനത്തിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, 150-ാം സങ്കീർത്തനം ഇങ്ങനെ പറയുകയാണ്: യഹോവയെ സ്തുതിപ്പിൻ, ദൈവത്തെ അവൻ്റെ വിശുദ്ധ മന്ദിരത്തിൽ സ്തുതിപ്പിൻ, അവൻ്റെ ബലമുള്ള ആകാശവിതാനത്തിൽ അവനെ സ്തുതിപ്പിൻ, അവൻ്റെ വീര്യപ്രവർത്തികൾ നിമിത്തം അവനെ സ്തുതിപ്പിൻ, അവൻ്റെ മഹിമാധിക്യത്തിന് തക്കവണ്ണം അവനെ സ്തുതിപ്പിൻ. സങ്കീർത്തനങ്ങളിൽ പല ഭാഗങ്ങളും നമ്മൾ കാണുന്നു ദൈവത്തെ സ്തുതിക്കുവാനുള്ള ആഹ്വാനം. ദൈവത്തെ സ്തുതിക്കുവാൻ ഒരുപാട് കാരണങ്ങളുണ്ടല്ലോ, ദൈവത്തിന് നന്ദി പറയുവാൻ ഒത്തിരി കാരണങ്ങളുണ്ട്. അപ്പോൾ ഇന്ന് നമുക്ക് ഒരുമിച്ച് ചേർന്ന് 2 പാട്ടുകൾ പാടാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അതിലെ ഒരു ഗാനം, സർവ്വലോക സൃഷ്ടിതാവേ, സകലത്തിനും അധികാരിയെ, സ്വർഗ സൈന്യം ആരാധിക്കും, സ്തുതികൾക്ക് യോഗ്യൻ എൻ യേശുവേ. നിങ്ങളായിരിക്കുന്ന സ്ഥലത്തിരുന്നു കൊണ്ട് തന്നെ ചേർന്ന് ഈ പാട്ടിനോട് ചേർന്ന് ഞങ്ങളോടൊപ്പം ഒരുമിച്ച് പാടാൻ കഴിയുമെങ്കിൽ പാടണം. ഇല്ലെങ്കിൽ ആ പാട്ടിൻ്റെ വരികളേക്ക് ഒന്ന് ശ്രദ്ധിച്ചാട്ടെ. ദൈവത്തെ സ്തുതിക്കുവാനുള്ള ഒരു ആഹ്വാനം അതിനകത്തുണ്ട്, ദൈവത്തോട് നന്ദി പറയുവാനുള്ള ആഹ്വാനം അതിനകത്തുണ്ട്. നമുക്ക് ഒരുമിച്ച് കർത്താവിനെ പാടി സ്തുതിക്കാം. ഈ ഗാനം ഒരുമിച്ച് ചേർന്ന് പാടാം. സർവ്വലോക സൃഷ്ടിതാവേ.
ഗാനത്തിലൂടെ കർത്താവിനെ ആരാധിക്കുവാൻ നമുക്കൊരല്പസമയം ദൈവത്തെ സ്തുതിക്കുവാൻ ഇടയായല്ലോ. ബുദ്ധിശക്തി, ആരോഗ്യം, വസ്തുവക, സമ്പാദ്യം, ബന്ധങ്ങൾ, അതിൻ്റെ ആഴങ്ങളെല്ലാം ദൈവസന്നിധിയിൽ അർപ്പിച്ചുകൊണ്ട് ദൈവത്തെ ആരാധിപ്പാൻ ഇടയാകട്ടെ. അതിൻ്റെ ചില വരികൾ ഇങ്ങനെയാണ് പറയുന്നത്: എൻ്റെ എല്ലാ നേട്ടങ്ങളും, ലോകം തന്ന മുകുടങ്ങളും, സ്ഥാനങ്ങൾ, അതിൻ്റെ മാനങ്ങളെല്ലാം കർത്താവെ അങ്ങയുടെ തൃപ്പാദത്തിൽ ഞാൻ അർപ്പിക്കുന്നു. സ്തോത്രം. ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്ത എല്ലാ ഉപകാരങ്ങൾക്കായിട്ടും ദൈവത്തിന് സ്തോത്രം. നന്ദിയുള്ളൊരു ഹൃദയത്തോടെ കർത്താവിനെ ആരാധിപ്പാനിടയാകട്ടെ. ഒരു പാട്ടുകൂടെ പാടാം. നമുക്കറിയുന്നൊരു പാട്ടാണ്, യഹോവ ഇരേ ഇരേ ഇരേ. ഈ പാട്ടുപുസ്തകം, ചെറിയ പാട്ടുപുസ്തകം നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതിനകത്തുള്ള 12ാമത്തെ ഗാനമാണ്. യഹോവ ഇരേ, തന്മക്കൾക്കായി ദൈവം കരുതുന്നുന്നതമായി. ആകുലമോ ഇനിയും, യഹോവ ഇരേ, ദൈവം കരുതിക്കൊള്ളും. ദൈവം എന്തെല്ലാം കരുതും നമുക്ക് വേണ്ടി. ഈ ഭൂമിയിൽ നമ്മൾ പാർക്കുന്ന ചുരുങ്ങിയ വർഷങ്ങൾ, എത്ര വർഷം ഈ ഭൂമിയിൽ കാണും? 80-90 വയസ്സ് വരെയൊക്കെ ജീവിക്കുമല്ലേ. അത് കഴിയുമ്പോൾ ലോകം വിട്ട് നമുക്ക് പോകണം. അപ്പോൾ നമ്മുടെ ആത്യന്തികമായ നമ്മുടെ ലക്ഷ്യമെന്ന് പറയുന്നത് നിത്യജീവനാണ്, നിത്യതയാണ്. അത് മറന്നു പോകരുത്. എന്നാൽ നമ്മൾ ഈ ഭൂമിയിൽ പാർക്കുന്ന ചുരുങ്ങിയ കാലത്തിനുള്ളിൽ അതിനകത്ത് നമ്മൾ പല പ്രതിസന്ധികളിലൂടെയൊക്കെ കടന്നു പോകും. പല ആവശ്യങ്ങളുണ്ട്, നമുക്ക് പല ആവശ്യങ്ങളുണ്ട്. ആവശ്യങ്ങൾ ഓരോരുത്തരുടേതും വ്യത്യസ്തമായിരിക്കും. അപ്പോൾ നമ്മുടെ ആവശ്യങ്ങൾ അത് ഏത് നിലവാരത്തിലുള്ളതാണെങ്കിലും എന്താണെങ്കിലും അതിനെ നമ്മൾ ഈ ഭൂമിയിൽ പാർക്കുന്ന സമയത്തുള്ള നമ്മുടെ ആവശ്യങ്ങളെക്കുറിച്ച് പറയുകയാണ്. അതിനെ നിറവേറ്റി തരുവാൻ കർത്താവ് വിശ്വസ്തനാണ്. കർത്താവ് വിശ്വസ്തനാണ്. നമ്മെ സൗഖ്യമാക്കാൻ ദൈവം വിശ്വസ്തനാണ്. ദൈവം നമ്മെ സൗഖ്യമാക്കും. ഈ പാട്ടിൽ പറയുന്നത്, എൻ്റെ ഹൃദയത്തിന് സമാധാനം. ലോകത്തിലെ ഏറ്റവും വലിയ സമ്പാദ്യം അതാണ്, സമാധാനമുള്ളൊരു ഹൃദയമാണ്. എൻ്റെ ഹൃദയത്തിൽ സമാധാനം, യഹോവ ഇരേ, ദൈവം കരുതിക്കൊള്ളും. എൻ്റെ ഭവനത്തിൽ സർവ്വ നന്മകൾ, എല്ലാ നന്മകളും യഹോവ ഇരേ. അതിനടുത്ത സ്റ്റാൻസയിൽ പറയുന്നത്, എനിക്കുള്ള ആഹാരം യഹോവ ഇരേ, പാർപ്പിടം, വസ്ത്രം, അതെല്ലാം ദൈവം കരുതിക്കൊള്ളും. സ്തോത്രം. ഇന്ന് ഈ പറഞ്ഞ ഏതെങ്കിലുമൊക്കെ ആവശ്യത്തിൻ്റെ മുഖത്തായിരിക്കുന്ന പ്രിയപ്പെട്ടവരാരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കും, നമ്മുടെ ഭവനത്തിന് വേണ്ടി പ്രവർത്തിക്കും. നമ്മുടെ ആവശ്യങ്ങൾ, നമ്മുടെ ആഗ്രഹങ്ങൾ, ഇങ്ങനെ പലതുണ്ട്. അതിനെയൊക്കെ ഒന്ന് പ്രയോറിറ്റൈസ് ചെയ്യണം. അതിൻ്റെ മുൻഗണന അനുസരിച്ച് അതിനെയൊക്കെ ഒന്ന് ക്രമീകരിക്കണം. അപ്പോൾ നമ്മുടെ ആവശ്യങ്ങളെ കർത്താവ് നിറവേറ്റി തരും. സ്തോത്രം. അപ്പോൾ നമുക്ക് വിശ്വാസത്തോടെ ഈ പാട്ടൊന്ന് പാടാം. നമ്മളെന്താണ് ഇതിൽ പ്രഖ്യാപിക്കുന്നത്? എൻ്റെ ഹൃദയത്തിൽ സമാധാനം ദൈവം തരും, യഹോവ ഇരേ, തരുമെന്നുള്ളതാണ്. എൻ്റെ ഭവനത്തിലെല്ലാം നന്മകളും എൻ്റെ ദൈവം തരും. അത് നമ്മുടെ വിശ്വാസമാണ്. ആ വിശ്വാസത്തെ നമ്മൾ പ്രഖ്യാപിക്കുകയാണ്. ഒരുപക്ഷെ ആ നന്മകളെല്ലാം അനുഭവിക്കാൻ നമ്മൾക്ക് ഇപ്പോൾ കഴിയുന്നില്ല, പക്ഷെ നമ്മൾ വിശ്വാസത്തോടെ പറയുകയാണ്, എൻ്റെ ഭവനത്തിലെ എല്ലാ നന്മകളും എൻ്റെ ദൈവം തരും. സ്തോത്രം. അത് നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മൾ വിശ്വാസത്തോടെ പ്രഖ്യാപിക്കുകയാണ്, എൻ്റെ ദൈവം അതെനിക്ക് വേണ്ടി ചെയ്യാൻ പോവുകയാണ്. സ്തോത്രം എന്ന് പറഞ്ഞേ, എൻ്റെ ദൈവം എനിക്ക് വേണ്ടി അത് ചെയ്യും. എൻ്റെ ദൈവം എനിക്ക് വേണ്ടി അത് ചെയ്യും. ദാരിദ്ര്യത്തിലൂടെ കടന്നു പോകുന്ന അനവധി വീടുകൾ നമ്മൾ കാണുന്നുണ്ട്. ഞാൻ ഈ പാട്ടൊക്കെ എഴുതുന്ന സമയത്ത് ഞാനും അങ്ങനെയുള്ള ഒരു അവസ്ഥയിലൂടെ കടന്നു പോയതാണ്. എൻ്റെ വീട്ടിൽ ആഹാരമില്ലാത്ത അവസ്ഥകളിലൂടെ കടന്നു പോയിട്ടുണ്ട്. വളരെ ഞെരുക്കത്തിൻ്റെ അവസ്ഥകളിലൂടെ കടന്നു പോയിട്ടുണ്ട്. കയ്യിൽ രൂപ എല്ലാം തീർന്നിട്ട് ശൂന്യമായ അവസ്ഥകളിലൂടെ കടന്നു പോയിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങനെയുള്ള ഏതെങ്കിലും അവസ്ഥകളിലൂടെ കടന്നു പോകുന്ന ദൈവമക്കളെ, പ്രിയമുള്ളവരെ, നിങ്ങൾ അനുഭവിക്കുന്ന വേദന എന്തെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതറിഞ്ഞുകൊണ്ടാണ് ഈ കാര്യങ്ങൾ പറയുന്നത്. നമുക്കൊരുമിച്ച് വിശ്വാസത്തോടെ പ്രഖ്യാപിക്കാം, ഈ അവസ്ഥകളൊക്കെ മാറും. എൻ്റെ ദൈവം എന്നെ അനുഗ്രഹിക്കും. ഒന്ന് പറഞ്ഞേ, എൻ്റെ ദൈവം എന്നെ അനുഗ്രഹിക്കും. എൻ്റെ ഭവനത്തെ എൻ്റെ ദൈവം അനുഗ്രഹിക്കും. എൻ്റെ കുഞ്ഞുങ്ങളെ ദൈവം അനുഗ്രഹിക്കും. സ്തോത്രം. അപ്പം നമ്മൾ വിശ്വാസത്തിൻ്റെ വാക്കുകളാണ് ഈ പറയുന്നത്. ഇതെല്ലാം ഉണ്ടായതിന് ശേഷം ആയിക്കോട്ടെ, പാടിക്കോ, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇതുണ്ടാകുന്നതിന് മുമ്പേ തന്നെ വിശ്വാസത്തോടെ അത് പ്രഖ്യാപിക്കുമ്പോഴാണ് ദൈവം നമുക്ക് വേണ്ടി അത് ചെയ്യുന്നത്. സ്തോത്രം. ദൈവത്തില്ലേ, ചെയ്യും. അപ്പോൾ വിശ്വാസത്തോടെ നമുക്കൊന്ന് പാടാം. ചേർന്നൊന്ന് പാടാമോ? യഹോവ ഇരേ ഇരേ ഇരേ. കഴിയുമെങ്കിൽ നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്തിരുന്ന് കൈയടിച്ച് പാടാൻ കഴിയുന്ന ഒരു സാഹചര്യമാണെങ്കിൽ അങ്ങനെ പാടണം. കൂടെ ചേർന്ന് പാടാൻ പറ്റുമെങ്കിൽ കൂടെ പാടണം. നിങ്ങളായിരിക്കുന്നത് ഏത് സാഹചര്യത്തിലാണെന്ന് എനിക്കറിയത്തില്ല.
പക്ഷെ അവിടെ ഇരുന്നുകൊണ്ട് നിന്നുകൊണ്ട് ഒക്കെ നിങ്ങൾക്കത് ചെയ്യാൻ കഴിയുമെങ്കിൽ നമുക്ക് ഒരുമിച്ച് വിശ്വാസത്തിൻ്റെ ഈ വാക്കുകളെ പ്രഖ്യാപിക്കാം. ദൈവം എനിക്ക് വേണ്ടി, എൻ്റെ കുടുംബത്തിന് വേണ്ടി ഇത് ചെയ്യും. ചേർന്ന് പാടാം. ഒന്നാമത്തെ സ്റ്റാൻസയിലെ അതിനകത്ത് ചില വരികൾ ഇങ്ങനെയുണ്ട്. അവിടെ പറയുന്നത് എങ്ങനെയാണ്? എൻ ഹൃദയേ സമാധാനം യഹോവയിരേ, എൻ ഭവനെ സർവ്വ നന്മകളും യഹോവയിരേ. ഇതൊക്കെ ദൈവം ചെയ്യും. പക്ഷേ അതിനൊരു വ്യവസ്ഥ കൂടെയുണ്ട്. അത് അടുത്ത വരികളിൽ ഇങ്ങനെ പറയുന്നു: തൻ മകനായി ജീവിക്കും ഞാൻ, തൻ വഴിയെ നടക്കും ഞാൻ, തൻ വചനം ഘോഷിക്കും ഞാൻ. ഇത് നമ്മുടെ തീരുമാനമാണ്. സ്തോത്രം. ദൈവം നമുക്ക് വേണ്ടി ചില കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നുണ്ട്. ദൈവം നമ്മെ അനുഗ്രഹിക്കും, നമ്മുടെ ഭവനത്തെ അനുഗ്രഹിക്കും, നമ്മുടെ പ്രാർത്ഥനകൾക്ക് മറുപടി തരും. പക്ഷെ നമ്മൾ ചെയ്യേണ്ട ചില ഉത്തരവാദിത്വങ്ങൾ കൂടെ ഇല്ലേ? അപ്പോൾ അതാണ് അതിനകത്ത് പറയുന്നത്. ഞാനൊരു ദൈവ പൈതലായിട്ട് ജീവിക്കും. സ്തോത്രം. അത് നമ്മൾ ചെയ്യേണ്ട കാര്യമാണ്. തൻ വഴിയെ നടക്കും ഞാൻ,
തിരുവചനപ്രകാരം അതിലെന്ത് പറഞ്ഞിരിക്കുന്നു ആ വഴിയിൽ ഞാൻ നടക്കും. അത് നമ്മുടെ തീരുമാനമാണ്. സ്തോത്രം. അപ്പോൾ ദൈവവചനം അനുസരിച്ച് ദൈവ പൈതലായി ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി ദൈവം നന്മകൾ ചെയ്യാതിരിക്കുമോ? ആ വ്യക്തിയെ ദൈവം അനുഗ്രഹിക്കാതിരിക്കുമോ? ആ വ്യക്തിയുടെ കുടുംബത്തെ ദൈവം അനുഗ്രഹിക്കാതിരിക്കുമോ? ആ വ്യക്തിയുടെ പ്രാർത്ഥന ദൈവം കേൾക്കാതിരിക്കുമോ? അപ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ, നമ്മുടെ ഭവനത്തിലെ, വ്യക്തി ജീവിതത്തിൻ്റെ എല്ലാം അനുഗ്രഹത്തിൻ്റെ ഒരു കാരണമാണ്. ഏതാണ്? ഞാൻ ദൈവ പൈതലായിട്ട് ജീവിക്കും. ഇതുവരെയും അങ്ങനെ ഒരു തീരുമാനം എടുക്കാത്തവരാരെങ്കിലും ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ തീരുമാനിക്കണം. ഞാൻ ദൈവ പൈതലായിട്ട് ജീവിക്കും. ഞാൻ ദൈവവചനം അനുസരിച്ച് ജീവിക്കും. ഞാൻ തിരുവചനം വായിക്കും, പ്രാർത്ഥിക്കും, അതിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ഞാൻ ചെയ്യും. സ്തോത്രം. അങ്ങനെ ഒരു തീരുമാനം എടുക്കണം. നമുക്ക് ഈ വരികൾ ഒരു പ്രാവശ്യം കൂടെ പാടാം. ഏതാ? എൻ ഹൃദയേ സമാധാനം യഹോവായിരേ, എൻ ഭവനേ സർവ്വ നന്മകളും യഹോവായിരേ. പക്ഷേ ഞാൻ തൻ്റെ മകനായി, അവിടുത്തെ മകനായി, അവിടുത്തെ മകളായിട്ട് ജീവിക്കും. അവിടുത്തെ വഴിയിൽ തന്നെ നടക്കും. കഴിയുമെങ്കിൽ അവിടുത്തെ വചനം ഞാൻ പ്രഘോഷിക്കും. അപ്പോൾ ദൈവം എനിക്ക് വേണ്ടി കരുതും. എൻ്റെ ഭവനത്തിന് വേണ്ടി ദൈവം എല്ലാം കരുതും. സ്തോത്രം. ഇതൊരു കൊടുക്കൽ വാങ്ങലല്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട് കേട്ടോ. അപ്പോൾ ദൈവത്തിൽ നിന്ന് പ്രാപിച്ചുകൊണ്ട് നമ്മൾ മിണ്ടാതെ പോകുന്നവരായിട്ടല്ല. നമ്മൾ ദൈവവചനപ്രകാരം ജീവിച്ച് ദൈവത്തോട് ചേർന്ന് നമ്മൾ നടക്കും. ദൈവം നമുക്ക് വേണ്ടി നമ്മുടെ പ്രാർത്ഥന കേട്ട് നമുക്ക് ഉത്തരമരുളും. സ്തോത്രം. ആ വിശ്വാസത്തോടെ നമുക്കൊരു പ്രാവശ്യം കൂടെ പാടാം. ഈ തീരുമാനത്തോടെ പാടണം കേട്ടോ. എന്താ തീരുമാനം? ഞാൻ ദൈവപൈതലായിട്ട് ജീവിക്കും. എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ കുറവുകളുണ്ടെങ്കിൽ അതെല്ലാം ഞാൻ വിട്ടുകളയും. ഏതെങ്കിലും പാപ വഴികളുണ്ടെങ്കിൽ അതിനൊക്കെ വിട്ടുകളയും. എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും ദുസ്വഭാവങ്ങളുണ്ടെങ്കിൽ ഞാൻ അതിനെല്ലാം വിട്ടുകളയും. എന്നിട്ട് ഞാൻ ദൈവത്തോട് ചേർന്ന് നടക്കും. സ്തോത്രം. പാടാമോ നമുക്ക്? ആ സ്റ്റാൻസ പാടാം. എൻ ഹൃദയേ സമാധാനം യഹോവായിരേ, എൻ ഭവനേ സർവ്വ നന്മകളും യഹോവായിരേ. സ്തോത്രം. നമ്മുടെ വിശ്വാസത്തിൻ്റെ പ്രഖ്യാപനം പോലെ തന്നെ ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്യും. എന്നവരൊക്കെ പറഞ്ഞേ, ചെയ്യും. ദൈവം എനിക്ക് വേണ്ടി ചെയ്യും. ദൈവം എൻ്റെ കുടുംബത്തിന് വേണ്ടി ചെയ്യും. ദൈവം അത്ഭുതം പ്രവർത്തിക്കും. ഈ വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. നിങ്ങളിരിക്കുന്ന സ്ഥാനത്ത് കണ്ണുകൾ അടയ്ക്കാമോ? നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഈ നല്ല സമയത്തിനായിട്ട് ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, അങ്ങയെ പാടി ആരാധിക്കുവാൻ ഞങ്ങൾക്ക് തന്ന അവസരത്തിനായിട്ട് സ്തോത്രം. അവിടുത്തെ വചനത്തിൽ നിന്ന് ഞങ്ങൾക്ക് തന്ന ഉറപ്പിനായിട്ട് സ്തോത്രം. ഈ പാട്ടിലൂടെ ഞങ്ങൾ കേട്ടതുപോലെ അവിടുന്ന് ഞങ്ങൾക്ക് വേണ്ടി കരുതുന്നതിനായി സ്തോത്രം. ഞങ്ങളുടെ കുടുംബത്തിന് വേണ്ടി കരുതുന്നതിനായിട്ട് സ്തോത്രം. ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ നന്മകളെ
ഞങ്ങൾക്ക് തരുന്നതിനായി സ്തോത്രം. ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ച കുറവുകളെ ഞങ്ങളോട് ക്ഷമിക്കുമാറാകണം. അങ്ങയുടെ മക്കളായി ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണം. ഞങ്ങളുടെ ഭവനത്തിൽ അങ്ങ് വസിക്കണം. ഞങ്ങളുടെ ഹൃദയത്തിൽ അങ്ങ് വസിക്കണം. അങ്ങയുടെ വഴിയിൽ തന്നെ ഞങ്ങൾ നടക്കും. അങ്ങയുടെ വചനമനുസരിച്ച് ജീവിക്കും. അപ്പോൾ അങ്ങയുടെ വചനത്തിലെ വാഗ്ദത്തങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങ് നിറവേറ്റുമാറാകണമേ. ഞങ്ങളെ അനുഗ്രഹിക്കണമേ കർത്താവേ. കർത്താവേടിയൻ പ്രാർത്ഥിക്കുകയാണ്. ഈ പ്രാർത്ഥനയിൽ പങ്കുകൊള്ളുന്ന അങ്ങയുടെ എല്ലാ മക്കൾക്കായിട്ടും സ്തോത്രം. അവർ ഏതെങ്കിലും വിഷയത്തിൻ്റെ മധ്യത്തിൽ ഇന്ന് വേദനയോടെ ഇരിക്കുന്നുവെങ്കിൽ സ്വർഗത്തിലെ ദൈവം അങ്ങയുടെ മക്കൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യണമേ. ഒരു വിടുതൽ അവർക്ക് അയക്കണമേ. സമാധാനം അവർക്ക് അയക്കണമേ. അവരുടെ ഹൃദയത്തിന് സ്വസ്ഥത നൽകണമേ. അവരുടെ ഭവന അന്തരീക്ഷത്തിൽ സമാധാനം വരുത്തണമേ. അവരുടെ ഇല്ലായ്മകളെ നീക്കണമേ. അവരുടെ രോഗങ്ങളെ സൗഖ്യമാക്കണമേ. പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.